ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ പാസ്ത ക്രീമാണ് കേട്ടോ. അതിലേക്ക് ഉള്ളി, വെളുത്തുള്ളി, ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കളർ ക്യാപ്സിക്കം, പിന്നെ അതിൽ വേണ്ട സാധനം ചീസ് വേണം, പിന്നെ പാസ്ത പ്രത്യേകിച്ച് ഒന്ന് ബോയിലിംഗ് ആക്കി പുഴുങ്ങിയെടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് കുക്കിംഗ് ക്രീമാണ്, പിന്നെ ഗ്ലാസ് ചീസ്, പിന്നെ കുറച്ച് ബ്ലാക്ക് പേപ്പർ, കുരുമുളക് പൊടി. അപ്പം നമുക്ക് നേരെ ഫ്രൈ പാനിലിട്ട് വയ്ക്കാം കേട്ടോ. അതിൽ കുറച്ച് ബട്ടർ ഇടുക, കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുക. നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി അതിൻ്റെ കൂടെ ഇടുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നേന്ന് ഒന്ന് വാട്ടിയിടുക കേട്ടോ. ഇത് വൈകിട്ടൊക്കെ കഴിക്കാൻ നല്ല ഫുഡാണ് കേട്ടോ. ഇതൊക്കെ പെട്ടെന്നൊക്കെ റെഡിയാക്കി എടുക്കാം. കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചത് അതിൻ്റെ കൂടെ ഇടാം. പിന്നെ നമുക്ക് പാസ്ത ഒന്ന് ബോയിലിംഗ് ആക്കി എടുക്കണം. അതിൽ കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും ഇടണം കേട്ടോ. ഉപ്പ് ടേസ്റ്റിന്, ഓയിൽ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് ഒഴിക്കേണ്ടി വരും കേട്ടോ. ഇത് പ്രത്യേകിച്ച് പുഴുങ്ങിയെടുക്കണം പാസ്ത. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ ഇട്ട് മിക്സ് ആക്കാം. ഉള്ളിയുടെ കൂടെ ഉള്ളിയും വെളുത്തുള്ളി ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ പാകത്തിന് കുറച്ച് ഉപ്പിടുക. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച കളർ ക്യാപ്സിക്കം അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ആക്കുക. അതൊക്കെ ഒന്ന് വാടിയതിന് ശേഷം ഒരു മാഗി ക്യൂബ്സ് ഇടുക കേട്ടോ. ചിക്കൻ മാഗി ക്യൂബ്സാണ്, അത് ടേസ്റ്റാണ് കേട്ടോ. ഇത് മാഗി ക്യൂബ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഉപ്പുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യപ്പോഴേ നമുക്ക് ഉപ്പ് കണക്കാക്കി ഇടാം. നമുക്ക് ഇനി അടുത്ത് കുക്കിംഗ് ക്രീം ഒഴിക്കുക. അടുത്തായിട്ട് നമുക്ക് ഇടാനുള്ളത് ഗ്ലാസ് ചീസ്. നല്ലോണം മിക്സാക്കുക. നല്ല ക്ലിക്കായി വരണം കേട്ടോ. ചീസും ക്രീമും കൂടെ ആകുമ്പോൾ ചിക്കനും ഉള്ളിയും എല്ലാം കൂടെ നല്ല ക്ലിക്കായി വരും. കുറച്ച് കുരുമുളക് പൊടി കേട്ടോ. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പുഴുങ്ങിയ പാസ്ത നമുക്ക് ഇതിലൂടെ ഒന്ന് ജോയിൻ്റ് ചെയ്യണം. അപ്പം നമ്മുടെ പാസ്ത ചിക്കൻ ക്രീം റെഡി ആയിട്ടുണ്ട്. അതല്ലേ, അപ്പോൾ നമ്മുടെ പാസ്ത ചിക്കൻ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വൈകിട്ടൊക്കെ റെഡിയാക്കി കഴിച്ചാൽ സൂപ്പറായിരിക്കും. വലിയ പണിയൊന്നുമില്ല കേട്ടോ, എളുപ്പപ്പണിയാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട